إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സൂക്ഷിച്ചു തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ എല്ലാ ഓരോരുത്തരോടും ഏറെ ഗൗരവത്തോടുകൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബിനെ സൂക്ഷിക്കുകയും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും കൽപ്പനകളും വിധികളുമെല്ലാം കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുകയും നാളെ മരണാനന്തര ജീവിതത്തിൽ റബ്ബിനെ കണ്ടുമുട്ടുകയും ചെയ്യുന്ന സമയം റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഏറെ പുണ്യമുള്ള ദിനരാത്രങ്ങളാണ് നമ്മളിലേക്ക് കടന്നു വരാനിരിക്കുന്നത്. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങൾ, ആ 10 ദിനങ്ങൾക്ക് വലിയ ശ്രേഷ്ഠതകളുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ദിനരാത്രങ്ങൾ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ, കൂടുതൽ നന്മകൾ ചെയ്യുവാൻ നമ്മൾ സമയം കണ്ടെത്തണം. ദുനിയാവിൻ്റെ വിഷയങ്ങൾ, ദുന്യവിയായി നമുക്ക് എന്തെങ്കിലും ഒരു നേട്ടം ലഭിക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന ദിവസം ഒരു പെരുന്നാൾ പ്രമാണിച്ച് ഒരു ഷോപ്പിൽ ബ്രാൻഡ് സാധനങ്ങൾ വമ്പിച്ച വിലക്കുറവിൽ നൽകുന്നു എന്നറിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥകൾ? അത് ടെക്സ്റ്റൈൽസ് ആകട്ടെ, അതല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളാകട്ടെ, ഇങ്ങനെയുള്ള വലിയ ഷോപ്പിംഗ് മാളുകളിൽ ബ്രാൻഡ് സാധനങ്ങൾ വമ്പിച്ച വിലക്കുറവിൽ നൽകുന്നു എന്ന് പറഞ്ഞാൽ അവിടെ തടിച്ചുകൂടാൻ നമ്മളൊക്കെ ഉണ്ടാകും.
കാരണം ആ ഓഫർ പിന്നീട് ലഭിക്കില്ല എന്നത് കാരണം ഈ അവസരം നഷ്ടപ്പെടരുത് എന്ന ചിന്ത മാത്രമാണ് നമുക്കുണ്ടാവുക. അവിടെ പോയി തിരഞ്ഞെടുക്കുന്നത് നമുക്കിഷ്ടപ്പെട്ടതും വളരെ മികച്ചതുമായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ പ്രിയമുള്ളവരെ, നന്മകളുടെ വിഷയത്തിലും നമ്മുടെ നിലപാട് ഇത് തന്നെയായിരിക്കണം. ഉത്തമമായതും ധാരാളം പ്രതിഫലം ലഭിക്കുന്നതുമായ ഒരു സമയവും സന്ദർഭവും ജീവിതത്തിൽ നമ്മൾ പാഴാക്കി കളയരുത്, ഒഴിവാക്കരുത് എന്നതാണ്. അവയിൽ ഏറെ പ്രധാനപ്പെട്ട ദിനങ്ങളാണ് നമ്മുടെ മുന്നിൽ ഇനി വരാനിരിക്കുന്നത്. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ, ആ 10 ദിവസങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ലിതശ്ഹദൂ മനാഫിഅ ലഹും വയദ്കുറു ഇസ്മല്ലാഹി ഫീഹി അയ്യാമിൻ മഅലൂമാത്ത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹജ്ജിലെ 28ാമത്തെ വചനമാണ്. എന്താണ് നമ്മൾ പറഞ്ഞത്? അവർക്ക് പ്രയോജനകരമായ രംഗങ്ങളിൽ അവർ സന്നിഹിതരാകാനും അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള 4 കാലി മൃഗങ്ങളെ നിശ്ചിത ദിവസങ്ങളിൽ അവന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ബലി കഴിക്കുവാനും വേണ്ടിയത്രേ അത്. ഇവിടെ പരാമർശിച്ച അയ്യാം മഅലൂമാത്ത് എന്നതിനെ കുറിച്ച് അതിന്റെ ഉദ്ദേശം ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളാണ് എന്നാണ് പൂർവികരായ സ്വഹാബുകളും സലഫുകളുമെല്ലാം വിശദീകരിച്ച് നയിക്കാൻ സാധിക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു, മുജാഹിദ് റളിയല്ലാഹു അൻഹു, ഖതാദ റളിയല്ലാഹു അൻഹു, സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു, ഹസൻ അൽ-ബസ്രി റഹിമഹുല്ലാഹു, ഖതാദയും ദഹ്ഹാഖും ഇബ്രാഹിം നഖഈ, അതുപോലെ അസാഉൽ ഖുറാസാനി, ഇമാം ഷാഫി, അഹ്മദ് തുടങ്ങിയ പ്രഗത്ഭരായ പൂർവികരായ സലഫുകളും ഖലഫുകളുമായ ആളുകൾ ഈ ആയത്തിനെ വിശദീകരിച്ച് പറഞ്ഞത് ഇത് ദുൽഹിജ്ജ മാസത്തിലെ 10 ദിനങ്ങളാണ് എന്ന് പറഞ്ഞതായി ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വീണ്ടും വിശുദ്ധ ഖുർആൻ പറഞ്ഞു വൽ ഫജ്ർ വലയാലിൻ അശ്ർ. 10 ദിനങ്ങൾ, 10 ദിനരാത്രങ്ങൾ തന്നെയാണ് സത്യം. ഇവിടെ അൽ-ലയാലി, ഈ വല്ലൈലി അശ്ർ, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീർ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം. അൽ മുറാദു ബിഹാ അശ്ർ ദിൽ ഹിജ്ജ കമാ ഖാലഹു ഇബ്നു അബ്ബാസ് വഇബ്നു സുബൈർ വമുജാഹിദ് വഗൈറു വാഹിദിൻ മിന അസ്സലഫി വൽ ഖലഫ്. 10 നാളുകൾ എന്നതിലെ ഉദ്ദേശം ദുൽഹിജ്ജയിലെ 10 ദിനങ്ങൾ ആണ് എന്നാണ് ഇബ്നു അബ്ബാസും ഇബ്നു ജുബൈറും മുജാഹിദ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ അനേകം സലഫുകളും ഖലഫുകളുമായ ആളുകളുടെ അഭിപ്രായമെന്നാണ്. രണ്ടാമതായി ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങളാണ് ഈ ദിനങ്ങൾ എന്നത് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം. വബിൽ ജുംല ഫഹാദാ അൽ-അശ്റു ഖദ് ഖീല ഇന്നഹു അഫ്ദലു അയ്യാമി السنة كما نطق به الحديث ففضله كثير على أشر رمضان الأخير. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാണ്, നിശ്ചയം ഹദീസുകളിൽ വന്നത് പ്രകാരം ഇത് വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങളാകുന്നു. ഇവയുടെ ശ്രേഷ്ഠത റമദാനിലെ 10 ദിനങ്ങളേക്കാൾ കൂടുതലാണ് എന്നാണ്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ
ദുൽഹിജ്ജ ആദ്യത്തിലെ ഓരോ ദിനങ്ങളും 1000 ദിനങ്ങളെ പോലെയാണ്. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തിലെ ഓരോ ദിനങ്ങളും, ആദ്യത്തെ 10 ദിവസത്തിലെ ഓരോ ദിനങ്ങളും 1000 ദിനങ്ങളെ പോലെയാണ്. അതിൽ തന്നെ അറഫ ദിനം എന്നത് 1000കണക്കിന് ദിനങ്ങൾ പോലെയാണ്. അതിന്റെ ശ്രേഷ്ഠതയാണ് പറയുന്നത്. അതുപോലെ ഇമാം ഔസാഇ റഹിമഹുല്ലാ പറഞ്ഞതായി കാണാം, പകലിൽ നോമ്പെടുത്തും രാത്രി കാവലിരുന്നും അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവന് തുല്യമാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ ദിനങ്ങളിലെ പ്രവർത്തനങ്ങൾ എന്നതാണ്. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ, ആ 10 ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ഏതുപോലെയാണ്? പകലിൽ മുഴുവനും നോമ്പെടുത്തും രാത്രി കാലങ്ങളിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് അള്ളാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കുന്നത് പോലെയാണ്. അതിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്നതാണ്. മൂന്നാമതായി ശ്രേഷ്ഠാരാധനകൾ ഒരുമിക്കുന്ന ദിവസങ്ങൾ. ഇസ്ലാം കാര്യങ്ങളിൽ നമ്മൾ എണ്ണുന്ന നോമ്പും നമസ്കാരവും നോമ്പും സകാത്തും ഹജ്ജും ഇങ്ങനെയുള്ള ഇസ്ലാം കാര്യങ്ങളിൽ എണ്ണി പറഞ്ഞ ശ്രേഷ്ഠമായ ആരാധനകൾ, ഇസ്ലാമിന്റെ തൂണുകൾ, അത് ഒരുമിച്ച് വരുന്ന ഒരേ ഒരു ദിവസം വർഷത്തിൽ ഒരു ദിവസമാണ്. ആ ദിവസത്തിലല്ലാതെ മറ്റു ദിവസത്തിൽ ഈ ആരാധനകൾ ഒരുമിച്ച് വരുന്നില്ല എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം. വല്ലദി യദ്ഹറു അന്ന السبب في امتياز أشهر ذي الحجة لمكان اجتماع أمهات العبادة فيه وهي الصلاة والصيام والصدقة والحج ولا يتعدى ذلك في غيره. ദുൽഹിജ്ജയിലെ 10 ദിനങ്ങളുടെ പ്രത്യേകത എന്തെന്നാൽ നിസ്കാരം, നോമ്പ്, സ്വതക്ക, ഹജ്ജ് എന്നീ അടിസ്ഥാന ആരാധനകൾ ഒരുമിച്ച് വരുന്ന ദിനങ്ങളാണ് ഇവ എന്നതാണ്. മറ്റൊരു ദിനങ്ങളിലും ഇവ ഒരുമിച്ച് വരുന്നില്ല എന്നത് ഇതിന്റെ പ്രത്യേകതയാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വർഷത്തിൽ നമസ്കാരം എല്ലാ ദിവസവും ഉണ്ട്, സ്വതക്ക എല്ലാ ദിവസവും കൊടുക്കാൻ പറ്റും, സകാത്ത് എല്ലാ ദിവസവും നൽകാം, അതുപോലെ നോമ്പ് എല്ലാ ദിവസവും നമുക്ക് നിർവഹിക്കാം, സുന്നത്ത് നോമ്പുകൾ. എന്നാൽ ഹജ്ജ് വർഷത്തിൽ ഒരേ ഒരു ദിവസമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ദിവസത്തിൽ ഹജ്ജും വരുന്നു, നോമ്പും വരുന്നു, സകാത്തും വരുന്നു, സ്വതക്കയും വരുന്നു, നിസ്കാരവും വരുന്നു, എല്ലാ കർമ്മങ്ങളും ഒരുമിച്ച് വരുന്നു എന്നത് ഈ ദിവസത്തിന്റെ പ്രത്യേകതയാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ആ ദിവസം ധാരാളം സൽക്രമങ്ങൾ ചെയ്യാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് സാധിക്കണം. നാലാമതായി ഈ ദിനങ്ങളിലെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഉത്തമമാണ് എന്നതാണ്. عن ابن عباس رضي الله عنه عن النبي صلى الله عليه وسلم أنه قال ما العمل في أيام العشر أفضل من العمل في هذه. അല്ലാഹു റസൂൽ പറയാണ്, ദുൽഹിജ്ജ മാസത്തിലെ 10 ദിനങ്ങളിലെ കർമ്മങ്ങളെക്കാൾ പുണ്യമേറിയ മറ്റൊരു കർമ്മവുമില്ല. അന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കാൾ മറ്റൊരു പുണ്യമുള്ള, മറ്റു ശ്രേഷ്ഠതയുള്ള, മറ്റു ഏറ്റവും നല്ല പുണ്യമേറിയ കർമ്മങ്ങളില്ല എന്നാണ്. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബികൾ ചോദിച്ചു, ഖാലു വലൽ ജിഹാദ്, അല്ലാഹുവിന്റെ റസൂലേ ജിഹാദിനുമില്ലേ എന്നാണ്. ജിഹാദ് എന്നാൽ എന്താണ്? സമ്പത്തും ശരീരവും എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ അർപ്പിക്കാൻ വേണ്ടി യുദ്ധത്തിന് പുറപ്പെടുന്നതാണ് ജിഹാദ്. ആ ജിഹാദിന് പോലും ഇല്ലേ എന്ന് സ്വഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോ അല്ലാഹു റസൂൽ പറഞ്ഞു, ഖാല വലൽ ജിഹാദ്, ജിഹാദിനും ഇല്ല ഇല്ലാ റജുലുൻ ഖറജ യുഖാതിലു ബിനഫ്സിഹി വമാലിഹി ഫലം യർജി ബിശൈഇൻ. ശത്രുവിനെ നേരിടാൻ സ്വന്തം ശരീരവും സമ്പത്തും കൊണ്ടുപോവുകയും എന്നിട്ട് അതിൽ നിന്ന് ഒന്നും തിരിച്ചു കൊണ്ടുവരാതിരിക്കുകയും ചെയ്തവൻ ഒഴികെ. എന്ന് പറഞ്ഞാൽ ശത്രുവിനെ നേടാൻ വേണ്ടി
സമ്പത്തുമായും ശരീരവുമായും അവൻ പുറപ്പെടുകയും എന്നിട്ട് ആ യുദ്ധക്കളത്തിൽ ഷഹീദാകുന്ന ഷഹീദ് ഒഴികെ അവൻ മാത്രമാണ് ഇതിനേക്കാളും ഏറ്റവും പുണ്യമേറിയത്. അത് ശരീരം കൊണ്ട് തിരിച്ചു വന്നാലും അതിനേക്കാളും പുണ്യമേറിയതാണ് ദുൽഹിജ്ജ മാസത്തിലെ കർമ്മങ്ങൾക്കുള്ളത് എന്നതാണ്. മറ്റൊരു റിവായത്തിൽ കാണാം, മാ മിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹ് വലാ അഹബ്ബു ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ ഫഅക്സിറു ഫീഹിന്ന മിനൽ തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ്. ഈ 10 ദിനങ്ങളിലെ പ്രവർത്തനങ്ങളെക്കാൾ ശ്രേഷ്ഠവും പ്രിയമേറിയതുമായ മറ്റു ദിനങ്ങൾക്കുമില്ല. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ തഹ്ലീലും തക്ബീറും തഹ്മീദും നിങ്ങൾ വർദ്ധിപ്പിക്കുക എന്നാണ്. അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, ഇങ്ങനെയുള്ള ദിക്റുകൾ അത് ധാരാളമായി വർദ്ധിപ്പിക്കുക എന്നാണ് അല്ലാഹു റസൂലിന്റെ ഹദീസിൽ കാണാൻ സാധിക്കുന്നത്. ഹജ്ജിനേക്കാൾ പുണ്യമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് ഈ ദിനങ്ങളിലെ കർമ്മങ്ങൾ പറഞ്ഞതായി കാണാം. ജിഹാദിനേക്കാൾ പുണ്യമുണ്ട് എന്നാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ അത് ആ നിലക്ക് തന്നെ കാണാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് തന്നെ ഈ ദിനങ്ങൾ അശ്രദ്ധമായി നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ഒരു ജാഗ്രത നമുക്കുണ്ടായിരിക്കണം. റമദാനിലെ അവസാന രാവുകൾക്ക് തുല്യമോ അതിനേക്കാൾ ശ്രേഷ്ഠമോ ആണ് ഈ ദിനങ്ങളിലെ പകലുകൾ എന്നാണ്. റമദാൻ മാസത്തിലെ അവസാനത്തെ രാത്രി അത് ഏറ്റവും ശ്രേഷ്ഠയുള്ളതാണ്, അഫ്ദലുള്ളതാണ്. നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ അതിന് തുല്യമാണ് അല്ലെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമോ എന്ന് ഈ ദിവസങ്ങളെ കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. നമ്മുടെ മുൻഗാമികൾ ഈ ദിനങ്ങൾ വളരെയേറെ ഉപയോഗപ്പെടുത്തിയതായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു പറഞ്ഞതായി കാണാം, തനിക്ക് എത്രത്തോളം കഴിയുമോ അത്രയും ഈ ദിനങ്ങളിൽ പരിശ്രമിക്കാറുണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ എത്ര കഴിയുമോ അത്രത്തോളം ഈ ദിവസങ്ങളിൽ പരിശ്രമിക്കുമായിരുന്നു എന്നാണ്. ഇതുപോലെ തന്നെ അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, ദുൽഹിജ്ജയിലെ ആദ്യ ദിനങ്ങൾ വന്നിരിക്കുന്നു. ഈ ദിനങ്ങൾ നമ്മൾക്ക് കർമ്മങ്ങളിലും ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങളിലും തിരക്കുള്ള ദിവസങ്ങളാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയണേ, അദ്ദേഹത്തിന് കർമ്മങ്ങളിൽ തിരക്ക് പിടിച്ച ദിവസമാണ്. കർമ്മങ്ങൾ ചെയ്യാൻ, ധാരാളക്കണക്കിന് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അത്രയും അതിന് തിരക്ക് കൂട്ടിയിരുന്നു എന്ന് ഈ പുണ്യദിനങ്ങൾ ഉപയോഗപ്പെടുത്താൻ പ്രിയമുള്ളവരെ നമുക്കും സാധിക്കണം. സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹ് തന്നെ പറഞ്ഞതായി കാണാം, ലാ തുസ്ഫിഉ സുറൂജകും ലയാലിൽ അശ്ർ. ഈ 10 രാവുകൾ നിങ്ങളുടെ വിളക്കുകൾ അണക്കരുത്. ഈ 10 ദിവസങ്ങളിൽ വിളക്കുകൾ അണക്കരുത്. തുജിബുൽ ഇബാദ, ആ സമയം ഇബാദത്തുകൾ ചെയ്യണം. വയഖൂൽ യഖീലു ഖദമകും യതസഖറൂന ലിസൗമി യൗമി അറഫ. അറഫ ദിനത്തിൽ നോമ്പെടുക്കുവാനായി നിങ്ങളുടെ വീട്ടുകാരെ നിങ്ങൾ ഉണർത്തുകയും ചെയ്യണമെന്നാണ്. ഈ ദിവസങ്ങളിലെ രാത്രികാലങ്ങൾ, ആ രാത്രികാലങ്ങൾ വിളക്കണക്കാട് വിളക്ക് അത് അണയാതെ ധാരാളമായി ഇബാദത്തുകൾ ചെയ്യാൻ, ഖുർആൻ പാരായണമാണെങ്കിലും ദിക്റുകളാണെങ്കിലും നമസ്കാരങ്ങളാണെങ്കിലും ഇബാദത്തുകളായി എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള ഇബാദത്തുകൾ ധാരാളമായി വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ആ സമയം കണ്ടെത്തണമെന്നാണ്. അതുപോലെ അറഫാ ദിനത്തിലെ നോമ്പ് അതൊരിക്കലും ഒഴിവാക്കരുത്. അതിന് അഫ്ളലുണ്ട്, ശ്രേഷ്ഠതയുണ്ട്. ഈ ദിവസങ്ങളിൽ ചെയ്യാൻ കഴിയുന്ന ചില സൽക്കർമ്മങ്ങൾ, ഒന്നാമത്തെ സൽക്കർമ്മം അത് ഹജ്ജും ഉംറയുമാണ്. അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം قال العمرة إلى العمرة كفارة لما بينهما والحج مبرور ليس له جزاء إلا الجنة. രണ്ട് ഉംറകൾ അവർക്കിടയിലുള്ള പാപങ്ങൾ പരിഹാരമാണ്. ഒരു ഉംറ ചെയ്തു,
ആ ഉംറ ചെയ്ത് അടുത്ത ഉംറ വരെ അവരുടെ ജീവിതത്തിൽ വരുന്ന തിന്മകൾ, അതിന്റെ പരിഹാരം അടുത്ത ഉംറയാണ്. അപ്പോൾ 2 ഉംറ ചെയ്താൽ അതിന്റെ ഇടയ്ക്ക് വരുന്ന പാപങ്ങൾ അത് പരിഹരിക്കപ്പെടും. എന്നിട്ട് പറയാണ് പുണ്യകരമായ ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല. ഹജ്ജ് ചെയ്താൽ അവർക്ക് പ്രതിഫലം സ്വർഗം മാത്രമാണ്. ഹജ്ജ് ചെയ്ത് ഒരാൾ മരണപ്പെട്ടാൽ അവൻ നേരെ പോകുന്ന സ്വർഗത്തിലേക്കാണ്. ഹജ്ജ് ചെയ്തവരിന് അവന്റെ ഹൃദയം ശുദ്ധീകരിച്ചിരിക്കുന്നു എന്നാണ്. ഏതുപോലെ ഒരു കുഞ്ഞ് പിറന്നാൽ ആ കുഞ്ഞിന്റെ ഹൃദയം എത്ര കണ്ട് ശുദ്ധമാണോ അത്ര കണ്ട് ഹജ്ജ് ചെയ്തവന്റെ ഹൃദയം ശുദ്ധമാണ്. എല്ലാ പാപങ്ങളും മായ്ച്ചു കളഞ്ഞു, എല്ലാം ക്ലീനാക്കി കൊടുത്തു എന്നാണ്. അതുകൊണ്ട് തന്നെ അവന്റെ പ്രതിഫലം സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല. രണ്ടാമതായി ദിവസത്തിൽ ചെയ്യാൻ പറ്റുന്ന കർമ്മം ദുൽഹിജ്ജ മാസത്തിലെ 9 ദിവസത്തിലെ നോമ്പ്. അതോടൊപ്പം ആ 1 മുതൽ 9 വരെയുള്ള ദിവസത്തിലെ നോമ്പും അറഫ നോമ്പും. ദുൽഹിജ്ജ 9 നോമ്പും ദുൽഹിജ്ജ 9 പ്രത്യേകതയുണ്ട് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു 9 ദിൽഹിജ്ജ വയൗമ ആശൂറാ وثلاثة أيام من كل شهر أول 2 من الشهر والخميس. മിസ്ലാഫിനെ പറയാണ്, ദുൽഹിജ്ജയിലെ 9 ആശൂറാ ദിനവും എല്ലാ മാസത്തിലെ 3 ദിനങ്ങളും മാസത്തിന് ആദ്യ തിങ്കളും വ്യാഴവും ദിവസങ്ങളിലും നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജ മാസത്തിലെ 9 ആശൂറാ ദിവസം എന്ന് പറഞ്ഞാൽ എല്ലാ മാസത്തിലെ 13, 14, 15, അതുപോലെ എല്ലാ മാസത്തിലും 3 ദിവസം ഏതെങ്കിലും ഒരു 3 ദിവസം നോമ്പ് നോൽക്കുക. അതുപോലെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ച ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കുക. ഇതൊക്കെ പ്രവാചകന്റെ സുന്നത്തുകളായിരുന്നു എന്നാണ് ഇവിടെ ഈ ഹദീസിൽ പറഞ്ഞ എന്താ ദുൽഹിജ്ജ മാസത്തിലെ 9. ഈ പദത്തിന്, ഈ പരാമർശിച്ച പദത്തിന് ദുൽഹിജ്ജയിലെ 9 ദിനങ്ങൾ എന്ന് അർത്ഥം കൊടുത്ത പണ്ഡിതന്മാരുണ്ട്. 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങൾ. അതല്ല ദുൽഹിജ്ജ മാസത്തിൽ 9 മാത്രമാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഏതായാലും ദുൽഹിജ്ജ മാസത്തിൽ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങൾ നോമ്പനുഷ്ഠിക്കൽ അത് അഫ്ദലുള്ള കാര്യമാണ്. അതുപോലെ ദുൽഹിജ്ജ മാസത്തിലെ 9 അറഫാ ദിനത്തിൽ അത് പ്രത്യേകമായി നോമ്പനുഷ്ഠിക്കലും പ്രത്യേകം ഹദീസുകളിൽ വന്നതായി കാണാൻ സാധിക്കും. ഈ ദിനങ്ങളിലെ എല്ലാ പ്രവർത്തനങ്ങളും ഉത്തമമാണ് എന്നതാണ്. 9 ദിവസവും നോമ്പെടുക്കാൻ തന്നെയാണ് ഏറ്റവും ഉത്തമം എന്നത് മുൻകന്മാർ പറഞ്ഞതായി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മുൻഗാമികൾ ഈ 9 ദിനങ്ങളും നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കഴിയുമെങ്കിൽ ആ 9 ദിവസവും നോമ്പനുഷ്ഠിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ മുൻഗാമികളുടെ പാതയിലൂടെ കടന്നു പോകാൻ സാധിക്കണം. അതുപോലെ തന്നെ ഈ ദിവസത്തിൽ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന മറ്റൊരു സൽക്കർമ്മമാണ് ദിക്റുകൾ അധികരിപ്പിക്കുക എന്ന്. മാ മിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹ് വലാ അഹബ്ബു ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ ഫഅക്സിറു ഫീഹിന്ന മിനൽ തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ്. നേരത്തെ പറഞ്ഞ അതേ ഹദീസ് തന്നെ. എന്താണ്? 10 ദിവസങ്ങളിൽ ആ 10 ദിനങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള പ്രിയമേറിയ മറ്റു ദിനങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ തഹ്ലീലും തക്ബീറും തഹ്മീദും നിങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതാണ്. അതുപോലെ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വചനങ്ങൾ, അല്ലാഹുവിന് ഏറ്റവും പ്രിയമേറിയ വചനങ്ങൾ, ഈ വചനങ്ങൾ അത് ഈ സമയങ്ങളിൽ പറയാൻ അഹബ്ബുൽ കലാമി മിനല്ലാഹി അർബഉൻ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വചനങ്ങൾ അത് 4 എണ്ണമാണ്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ ലാ തദുറക ലാ യദുറക ബിഅയ്യിന തബഅൽ. നീ ഇവയിൽ ഏതുകൊണ്ട് തുടങ്ങിയാലും ഇത് നിന്നെ ബാധിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് ഈ സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും
ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെയുള്ള ദിക്റുകൾ ധാരാളമായി നമ്മൾ വർദ്ധിപ്പിക്കാൻ ഈ ദിവസങ്ങളിൽ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ അതിന് പ്രത്യേകമായി നമ്മൾ സമയം കണ്ടെത്തണം, ധാരാളമായി പരിശ്രമങ്ങൾ ചെയ്യണം. ഇബ്നു ഉമറും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നിവർ ഈ ദിനങ്ങളിൽ അങ്ങാടിയിൽ പോയി ഉച്ചത്തിൽ തക്ബീർ മുഴക്കുമായിരുന്നു എന്ന് അത് ആളുകൾ കേട്ട് അവരും ഏറ്റു പറയാറുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. പെരുന്നാൾ ദിവസങ്ങളിൽ, പെരുന്നാളിന്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ ആ നോമ്പ് തുറന്നു 9 അന്ന് രാത്രി നോമ്പ് തുറന്നതിന് ശേഷം അങ്ങാടിയിലേക്ക് ഇറങ്ങി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉച്ചത്തിൽ തക്ബീർ ചൊല്ലാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ദിവസത്തിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സൽക്കർമ്മമാണ് തൗബയും ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിക്കുക എന്നത്. അസ്താഇബു മിനദ്ദംബി കമൻ ലാ ദംബ ലഹു, പാപങ്ങളിൽ നിന്നും പശ്ചാത്തപിച്ച് മടങ്ങുന്നവൻ പാപങ്ങൾ ഇല്ലാത്തവനെ പോലെയാണ്. തെറ്റ് വരിക എന്നത് സ്വാഭാവികമാണ്, അത് മനുഷ്യ സഹജമാണ്. മനുഷ്യനാണോ അബദ്ധങ്ങൾ വരും, തെറ്റുകൾ ചെയ്യും. ആദം സന്തതികൾ തെറ്റുകൾ സംഭവിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. എന്നാൽ ആ തെറ്റുകളിൽ വന്നു കഴിഞ്ഞാൽ ആ തെറ്റുകളിൽ നിന്ന് അതിൽ തന്നെ നിൽക്കുകയല്ല, അബദ്ധമാണ്, തെറ്റാണ്, സംഭവിച്ചു പോയി എന്നറിഞ്ഞാൽ അതിൽ നിന്ന് പാപമോചനം തേടുക, തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ നടത്തുക. അങ്ങനെയുള്ളവരാണ് അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകളെന്നാണ്, ഏറ്റവും ഖൈറായ ആളുകളെന്നാണ്. അതുകൊണ്ട് തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ ആ തെറ്റുകളിൽ നിന്ന് നമ്മൾ ഇത്രയും പെട്ടെന്ന് ഇസ്തിഗ്ഫാർ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ 9 ദിവസങ്ങളിൽ 9 ദിവസവും അതിന് പറ്റിയ ദിവസങ്ങളാണ്. അല്ലാഹു തൗബ സ്വീകരിക്കുന്ന, അല്ലാഹു പ്രാർത്ഥനകൾ സ്വീകരിക്കുന്ന, ഇസ്തിഗ്ഫാർ സ്വീകരിക്കുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ചെയ്തവരാണ്, പാപങ്ങൾ നമ്മൾ വരാത്തവരായ ഒരാളില്ല. അല്ലാഹുവിനോട് ആ ദിവസങ്ങളിൽ പാപങ്ങളിൽ നിന്ന് ധാരാളമായി ഇസ്തിഗ്ഫാർ ചോദിക്കുക. അങ്ങനെ ചോദിച്ചാൽ ഏതുപോലെയാണ് പാപങ്ങളിൽ നിന്നും പശ്ചാത്തപിച്ച് മടങ്ങുന്നവൻ പാപങ്ങൾ ഇല്ലാത്തവനെ പോലെ, പാപങ്ങൾ ചെയ്യാത്തവനെ പോലെ, തെറ്റുകൾ ചെയ്യാത്തവനെ പോലെയാണ് എന്നാണ്. അങ്ങനെ ആയിത്തീരാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. അല്ലാഹു തൗബ ചെയ്യുന്നവരെ, പാപം ചെയ്ത് തൗബ ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ്. ആ ഇഷ്ടപ്പെടുന്ന ഇഷ്ടക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണം. അതുപോലെ ഈ ദിവസത്തിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സൽക്കർമ്മമാണ് ചെറുതും വലുതുമായ എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യുക എന്ന്. ചെറുതും വലുതുമായ നമുക്കറിയുന്ന എല്ലാ സൽക്കർമ്മങ്ങളും, അത് എണ്ണി പറയേണ്ടതില്ല, കുറേ സൽക്കർമ്മങ്ങളുണ്ട്. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏതെല്ലാം ഉണ്ട് അതൊക്കെ ആ ദിവസങ്ങളിൽ ചെയ്യാൻ സാധിക്കണം. عن أبي ذر رضي الله عنه قال النبي صلى الله عليه وسلم لا تحقرن من المعروف شيئا ولو أن تلقى أخاك بوجه الطلق. നന്മകളിൽ ഒന്നും നീ നിസ്സാരമായി കളയരുത്. പ്രസന്ന വദനായ മുഖവുമായി നിന്റെ സഹോദരനെ കണ്ടുമുട്ടുന്നത് പോലും. നമ്മൾ ഒരാളെ കണ്ടാൽ പുഞ്ചിരിക്കും, ആ പുഞ്ചിരി പോലും നന്മയാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുപോലും നിസ്സാരമായി കാണരുത്. ഇന്ന് പലപ്പോഴും പല ആളുകളെ കാണുമ്പോൾ എന്താണ് അവസ്ഥ? ചിരിക്കാൻ മടിയാണ്. പലപ്പോഴും നമ്മൾ ചിരിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ പറയാറുണ്ട്. ഇങ്ങനെ ചിരിക്കാൻ പോലും മടി കാണിക്കുന്ന ആളുകളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ചു ചിരിക്കുന്നത് പോലും നന്മയാണ് എന്നാണ്, പുണ്യമുള്ള കാര്യമാണ്. അതുപോലും നിസ്സാരമായി കാണരുത് എന്നാണ്. ബാക്കിയുള്ള കാര്യം പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ നന്മയായി ഇസ്ലാം പഠിപ്പിച്ച് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ നന്മയൊന്നും നിസ്സാരമായി കാണരുത്, നിസ്സാരമായി കളഞ്ഞ് ഒഴിവാക്കരുത്. അത് നാളെ ഭാരതത്തിലെ ലോകത്ത് വരുമ്പോഴാണ് അതിന്റെ വലുപ്പം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇതിന് പുറമെ ഖുർആൻ പാരായണം, ഖുർആൻ പഠനം, മതപഠനം, നന്മ ഉപദേശിക്കൽ, തിന്മ വിരോധിക്കൽ, ഇങ്ങനെയുള്ള എല്ലാ നന്മകളിലും നമ്മൾ ഉണ്ടായിരിക്കണം.
ഇതൊക്കെ നന്മകളാണ്. തിന്മ കണ്ടാൽ തടയുക, മോശപ്പെട്ട കാര്യം ചെയ്യുന്നത് കണ്ടാൽ ചെയ്യല്ലേ, തെറ്റാണെന്ന് പറയാൻ, നന്മ പറഞ്ഞു കൊടുക്കാൻ, ഖുർആൻ ഓതാൻ. നമ്മളൊക്കെ റമദാൻ മാസം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൂട്ടത്തിൽ പ്രിയമുള്ളവരെ എത്ര പേരുണ്ട് ഖുർആനിന്റെ, പരിശുദ്ധ ഖുർആനിന്റെ താളുകളിലൂടെ കടന്നുപോയ ആളുകൾ. ഖുർആൻ അതോടുകൂടി അടച്ചു പൂട്ടി നമ്മൾ ഒരു സ്ഥലത്ത് വെച്ചതാണ്, പിന്നെ തുറന്നു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്നോടും നിങ്ങളോട് ഓരോരുത്തരും ചോദിക്കുക. പരിശുദ്ധ ഖുർആൻ അങ്ങനെ അടച്ചു പൂട്ടി വെക്കേണ്ട ഒരു ഗ്രന്ഥമല്ല. അത് തുറന്ന് പാരായണം ചെയ്യാൻ, അത് പഠിക്കാൻ, അതിന്റെ ആ അർത്ഥം പഠിക്കാൻ, അതിന്റെ ആശയ തലങ്ങളിലൂടെ കടന്നു പോകാൻ, അങ്ങനെ ഖുർആനിന്റെ പഠിതാക്കളായി മാറാൻ, ഖുർആനിന്റെ ജീവിക്കുന്ന ഖുർആനിന്റെ ആളുകളായി മാറാൻ സാധിക്കണം. അത് ഒരു റമദാൻ മാസത്തിൽ മാത്രം ഓടിച്ചെടുക്കേണ്ടുന്ന ഒരു ഗ്രന്ഥമല്ല. ജീവിതാവസാനം വരെ അതിലൂടെ സഞ്ചരിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ വരുന്ന ദുൽഹിജ്ജ മാസത്തിന്റെ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങൾ ചെയ്യാൻ പറ്റുന്ന നന്മകളാണ് ഈ നന്മകൾ. അതുകൊണ്ട് തന്നെ കഴിയുന്ന പരമാവധി നന്മകൾ ചെയ്ത് ഈ ദിനങ്ങൾ ധന്യമാക്കാൻ നമുക്ക് സാധിക്കണം. അതിന് പരിശ്രമിക്കുക, അതിന് പരിശ്രമിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ദുൽഹിജ്ജയിലെ കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബലികർമ്മം എന്നത്. കഴിവുള്ളവൻ ബലി നൽകണമെന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ബലികർമ്മം നിർബന്ധമാണോ സുന്നത്താണോ എന്ന വിഷയത്തിൽ മാത്രമേ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുള്ളൂ, അല്ലെങ്കിൽ ചർച്ചയുള്ളൂ എന്നതാണ്. അതുകൊണ്ട് തന്നെ ബലികർമ്മത്തിന്റെ ശ്രേഷ്ഠത കാണിക്കുന്ന ഹദീസുകളുടെ ആധിക്യം, ധാരാളം ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതിന്റെ ആധിക്യം കാരണത്താൽ കടം വാങ്ങിയിട്ടായാലും ബലികർമ്മത്തിൽ പങ്കാളിയാകണം എന്നവരെ പറഞ്ഞ പണ്ഡിതന്മാർ ഇസ്ലാമിക ലോകത്തുണ്ട്, കാണാൻ സാധിക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് അത്രയും പ്രാധാന്യമുള്ള ഹദീസാണ്. ഹദീസ് എന്താണ്? മൻ വജദ സഅതൻ ലിഅൻ യുളഹി ഫലൻ യുളഹി ഫലാ യഹ്ദുർ മുസല്ലന. ഗൗരവമാണ് പറയുന്നത്. ഉദുഹിയ്യത്തിന് കഴിവുണ്ടായിട്ടും ബലിയറുക്കാത്തവൻ അവരെന്ത് ചെയ്യേണ്ടതില്ല, വരേണ്ടതില്ല. എങ്ങോട്ട്? യഹ്ദുർ മുസല്ലന, നമ്മുടെ മുസല്ലയിലേക്ക് അവൻ വരേണ്ടതില്ല. ഏതാ മുസല്ല? ഈദിന്റെ മുസല്ല, ഈദ് നമസ്കാരം. ആ നമസ്കാരത്തിലേക്ക് അവൻ വരേണ്ടതില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ബലിയറുക്കാൻ കഴിവുണ്ടായിട്ടും അത് അറുക്കാതെ പിശുക്ക് കാണിക്കുന്ന ആളുകൾ എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? കഴിവുണ്ടായി, എന്നാൽ അനാവശ്യമായി സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകൾ, ഇത്തരത്തിലുള്ള നന്മകളിലേക്ക്, പുണ്യം കിട്ടുന്ന കാര്യങ്ങളിലേക്ക് സമ്പത്ത് ചെലവഴിക്കാൻ മടി കാണിക്കുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഹദീസുകൾ ഈ രൂപത്തിൽ വളരെ ഏറെ ഉണ്ടായിരിക്കെ ഈ വിഷയത്തിൽ ലാഘവം കാണിക്കുന്ന അവരുടെ അവസ്ഥ, ആ ഒരു അവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. സ്വന്തം കുടുംബത്തിന് ജീവിക്കാനുള്ള ശേഷി കഴിച്ച് ഉദുഹിയ്യത്ത് അറുക്കാൻ പണം കയ്യിലുള്ളവർ ഉദുഹിയ്യത്തിൽ പങ്കാളിയാകണം. ആടാണെങ്കിൽ ഒരാൾക്കൊരാടാണ്. ആട് ഷഹറി കൂടാൻ പറ്റില്ല. ഒരാൾക്കൊരാട്. നീ ആടല്ലാത്ത മാടോ ഒട്ടകമോ ആണെങ്കിൽ ഒരു ഒട്ടകത്തിൽ, ഒരു മാടിൽ 7 പേർക്ക് വരെ പങ്കാളി, 7 പേർക്ക് വരെ അത് ഷെയർ കൂടാൻ സാധിക്കും. അങ്ങനെയെങ്കിലും ഒരു ഷെയറെങ്കിലും കൂടാൻ സാധിക്കുന്ന ആളുകളായി മാറണം. ഇനി 7 കൂടുതൽ ആളുകൾ ഒരു മൃഗത്തിൽ പങ്കാളിയായാൽ മുഴുവൻ പേരുടെയും ഉദുഹിയ്യത്ത് അസാധുവാകുമെന്ന. 7 പേരിൽ കൂടുതൽ ഒരു ഉരുവിന്റെ, ഒരു മാടിന്റെ ഷെയറിൽ കൂടാൻ പാടില്ല. 7 മാത്രം പറ്റുള്ളൂ എന്നാണ്.
അറുക്കുന്ന മൃഗം അത് ആ മൃഗത്തിന് യാതൊരു നിലക്കുമുള്ള പോരായ്മകൾ, കുറവുകളൊന്നും ഉണ്ടാകാൻ പാടില്ല, അസുഖങ്ങൾ ഉണ്ടാകാൻ പാടില്ല, രോഗങ്ങൾ ഉണ്ടാകാൻ പാടില്ല, അത് മുറിവുണ്ടാകാൻ പാടില്ല. അതുപോലെ പ്രായം തികഞ്ഞതായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ല എങ്കിൽ നമ്മുടെ അറിവ് ശരിയാവുകയില്ല. മുറിവുള്ള ഒരു ആടിനെയാണ് അല്ലെങ്കിൽ ഒരു പോത്തിനെയാണ് നമ്മൾ അറുക്കുന്നത് എങ്കിൽ, രോഗമുള്ളതാണെങ്കിൽ നമ്മുടെ ഉദൂഹിയത്തിൽ അതിന്റെ അറിവ് ശരിയാവുകയില്ല എന്നാണ്. ഉദൂഹിയത്ത് വെച്ച ആളുകൾ ഉണ്ട് എങ്കിൽ ദുൽഹിജ്ജയിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ അതിനെ അറുക്കുന്നത് വരെ, ദുൽഹിജ്ജ മാസം 1 കഴിഞ്ഞാൽ, മാസം കണ്ട് 1 കടന്നാൽ പിന്നെ അതിനെ അറുക്കുന്നത് വരെ തലമുടി, അതുപോലെ കക്ഷത്തിലുള്ള രോമം, ഗുഹ്യാവയലുള്ള രോമം, മീശ, താടി, അതുപോലെ നഖം, ഇങ്ങനെയുള്ളതൊന്നും വെട്ടുവാനോ വടിക്കുവാനോ പാടില്ല എന്നതാണ്. ഇവയൊക്കെയാണ് ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അതിന്റെ മുന്നോടി എന്ന നിലക്ക് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ നിലക്ക് ദുൽഹിജ്ജ മാസത്തിന്റെ പ്രത്യേകതകളും ഫളലുകളും മനസ്സിലാക്കി ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും അതിന്റെ ശ്രേഷ്ഠതകൾ കരസ്ഥമാക്കുവാനും പുണ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് കരസ്ഥമാക്കുവാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മെയെല്ലാം ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും അല്ലാഹുവോട് കരഞ്ഞ കണ്ണുകളുമായി പാപമോചനം തേടുകയും ആ പാപമോചനത്തിന് അല്ലാഹു നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരികയും ചെയ്യുന്ന കൂട്ടത്തിൽ അല്ലാഹു നമ്മെയെല്ലാം ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. നാളെ ഒരു വിഭാഗം ആളുകൾ സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗം ആളുകൾ നരകത്തിലേക്കും പോകുമ്പോൾ ആ സ്വർഗക്കാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ, നാട്ടുകാർ അവരെല്ലാം ഇന്ന് ഖബറിന്റെ അടിയിലാണ്. അവർക്ക് അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുകയും അവർക്കും ഞങ്ങൾക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണം. റഹ്മാനെ, എരിപൊരി കൊള്ളുന്ന ഭയാനകമായ നരകത്തിന്റെ അഗാധമായ ഗർത്തങ്ങളിൽ നിന്ന്, പേടിപ്പെടുത്തുന്ന അവസ്ഥകളിൽ നിന്ന്, ശിക്ഷയുടെ കാഠിന്യത്തിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെല്ലാം കാത്തുരക്ഷിക്കണം. റഹ്മാനെ, اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.